കേരളത്തിൽ എന്തെങ്കിലും നിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടി, വീടാണെങ്കിലും എന്താണെങ്കിലും നിർമ്മാണം നടത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ട വെറ്റ്ലാൻഡ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതോ അല്ലെങ്കിൽ നിലമായിട്ട് കാണുന്നതൊക്കെ ഭൂമി സംബന്ധിച്ച കാര്യം. രണ്ട്, തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ CRZ നോട്ടിഫിക്കേഷൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ. നെൽവയൽ തണ്ണീർത്തട നിയമം കേരളത്തിൻ്റെ എമ്പാടും ഉള്ള വിഷയമാണെങ്കിൽ CRZ തീരദേശ ജില്ലകളിൽ മാത്രമാണ് ഉള്ളത്. കേരളത്തിൻ്റെ തീരദേശ ജില്ലകളെപ്പറ്റി ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നോട്ടിഫിക്കേഷൻ 2019 ജനുവരിയിലാണ് വന്നത്. ആ വിജ്ഞാപന പ്രകാരം ലഭിച്ചിരുന്ന ഇളവുകൾ ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടി ദീർഘനാളത്തെ ശ്രമത്തിനു ശേഷം 2024 ഒക്ടോബർ മാസമാണ് അതിൻ്റെ പ്ലാൻ അപ്രൂവലായത്. പക്ഷേ ആ പ്ലാൻ അപ്രൂവലായപ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഗുണമായി ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന, ദ്വീപിലുള്ള ആളുകൾ, ബാക്ക് വാട്ടർ ഐലൻഡ്സിലുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന 20 മീറ്റർ എന്ന ഒരു ഗുണം, അതായത് ജലാശയത്തിൽ നിന്ന് 20 മീറ്റർ മാത്രം വിട്ടാൽ മതി, അതിൻ്റെ ഗുണം അവിടെ നിർമ്മാണങ്ങൾ നടത്താം. പക്ഷേ ആ ഒരു ഗുണം ഇപ്പോഴും ആളുകൾക്ക് ലഭിച്ചിട്ടില്ല. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം വരേണ്ടിയിരുന്ന IIMP, ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ, ആ പ്ലാൻ വരാത്തതുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ ബാക്ക് വാട്ടർ ഐലൻഡ്സിന്, കേരളത്തിലെ ദ്വീപുകൾക്ക്, ആ ദ്വീപുകൾക്ക് ലഭിക്കുമായിരുന്ന 20 മീറ്റർ എന്ന നിയന്ത്രണത്തിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി ഇനി എത്ര നാൾ അവർ കാത്തിരിക്കണം എന്നുള്ളതാണ് ചോദ്യം.